ദൈവവേദന എപ്പോഴും സംഭവിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ യുദ്ധത്തിൽ നീ തോറ്റാലും നിൻ്റെ ദൈവം ജയിച്ചിരിക്കണം. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനം. അത് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ, ദൈവവചനത്തിന് വിലങ്ങില്ല. എന്ന് പറഞ്ഞ ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ ദൈവവചനത്തിന് വിലങ്ങുകളില്ല. ദൈവവചനത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെന്നാണ്. അതെപ്പോഴായാലും അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഞാൻ പറയും, പ്രഥമ ദൃഷ്ടിയാ നിനക്കിങ്ങനെ കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു, നിൻ്റെ വിസ വന്നില്ല, അത് വിത്തുകളുണ്ടായിപ്പോയി, നിൻ്റെ കൂട്ടുകാരൊക്കെ കയറിപ്പോയി, നിൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ജപ്തി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? ജപ്തിയായി കഴിഞ്ഞാൽ ഈ സ്ഥലം തന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ വീട് സ്ഥലം ജപ്തിയായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അച്ഛാ ജപ്തിയായിപ്പോയി അച്ഛാ പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ഈ സ്ഥലവും തന്ന ആൾ ഉണ്ടാ എന്ന് ചോദിക്കൂ. ഇപ്പോഴും അയ്യോ അയാളൊക്കെ മരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു, അയാൾ മരിച്ചിട്ടില്ല. നിനക്ക് സ്ഥലം തന്ന ആരാണ്? ദൈവം അല്ലേ? അതാണ് സംഭവം, അതാണ് വിഷയം. നിനക്ക് ആ സ്ഥലം തന്ന അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇടക്കിടക്ക് പറയാനുള്ള സാക്ഷിയാണ്, മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോഴും എന്താ? ആ മകനെ കൊടുത്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും. ആരാണ്? ദൈവം. അവർ പറഞ്ഞു, നീ ഒന്നുകൂടി പ്രസവിച്ചോളാൻ പറഞ്ഞ്. മറ്റത് ഒരു കാഴ്ചയായിട്ട് ഏറ്റെടുത്ത് ദൈവം. അവർക്ക് വിശ്വാസമുണ്ട്. മകൻ്റെ മരണത്തെ കാഴ്ചയാക്കണമെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസം ഉണ്ടാകണം. അമ്മയ്ക്ക് വിശ്വാസം ഇല്ലാത്തവരും കാലം മകൻ്റെ മരണം ദുർമരണമാണ്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കളുടെ മരണം ദുർമരണമാണ്. ദുർമരണമാകണം എങ്ങനെയാണ്? അവർക്കതിൻ്റെ അകത്ത് വിശ്വാസമില്ല. അവരുടെ മകൻ വണ്ടി ഇടിച്ചാണ് മരിച്ചത്, 21 വയസ്സുള്ള മകൻ. പക്ഷെ അത് ദുർമരണമല്ല. എന്താ കാര്യം? അവിടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കൾ മരിക്കുമ്പോൾ അത് ദുർമരണമായി പോകും. കാര്യം എന്താണ്? അത് കാഴ്ചയായി ദൈവം സ്വീകരിക്കണില്ല. വിശ്വാസമുള്ളവൻ്റെ സകല ബലി ദൈവം കാഴ്ചയായി സ്വീകരിക്കും. അപ്പം അത് എന്ത് മരണമാണത്? അതിലൂടെ കൃപയാണ് കിട്ടണത്. ഇത് തിരിച്ച് മനസ്സിലാക്കണം നമ്മൾ. ആ ചേട്ടത്തി ഒരു മകൻ മരിച്ചിട്ടും 1 മണിക്കൂർ രാത്രി 1 മണി രാത്രി വരെയാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഭാര്യയും ഭർത്താവും കൂടി. അങ്ങനെ മകൻ മരിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. വേറെ അവർ കുർബാനക്കും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല. എന്താ കാര്യം? എന്താ പ്രശ്നം? അത് എൻ്റെ അനിയൻ മരിച്ച കാരണം എൻ്റെ ആങ്ങള ഇപ്പം ദൈവവിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, അവനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന സച്ചവേ. എൻ്റെ അനുജൻ മരിച്ചത് കാരണം എൻ്റെ പെണ്ണണ വന്ന് സംസാരിക്കണം. എൻ്റെ അനുജൻ ആങ്ങളെയാണ്. കുഞ്ഞാങ്ങള മരിച്ചത് കാരണം എൻ്റെ ചേട്ടന് ഇപ്പം വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, അവനെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞു. സ്നേഹത്തോടെയാണ് അവളോട് പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ എന്നിങ്ങനെ നെഗറ്റീവ് എപ്പോഴും പറയത്തുള്ളൂ. കാര്യം വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിനെ ആക്കി പറയണതല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസമില്ലാത്തവന് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വാസമുള്ളവൻ അത് സുരഭില ബലിയായി ദൈവത്തിന് സമർപ്പിച്ചു. എന്താ കാര്യം? നമുക്ക് മുമ്പേ പോയവൻ നമ്മുടെ മൂത്തച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്തത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അത് സുരഭില യാഗമാക്കി മാറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്ത്? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവൻ്റെ നാമം കേൾക്കുന്ന മാത്രം താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലും അടക്കേണ്ടിയിരിക്കും. ദൈവമൈതലേ, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നിന്നെ താഴ്ത്തുമ്പോൾ താഴ്ചയെ നീ മനസ്സിലാക്കണത് പരിശുദ്ധാത്മാവിലല്ലെങ്കിൽ പിന്നെ നീ ക്രിസ്ത്യാനിയെ തുടരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഫിലിപ്പിയൻസിൻ്റെ 4:6
അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. അങ്ങനെ ഇപ്പോഴും ട്രിവാൻഡ്രത്ത് പോണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു അവസാന നിമിഷം ഇവർ പറയും, വേണ്ട മേരി ഗ്രേസ് പോകത്തില്ലെന്നൊന്നും ഇവൾ പറയത്തില്ല. ഇവൾ വെറുതെ ഇരിക്കുകയുള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട്. കാര്യം എന്താ? അമ്മയുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അമ്മയുടെ തീരുമാനം വരും, അതുവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ പറയും, നീ പോകണ്ട, നീ ആലപ്പുഴ തന്നെ പോയാൽ മതി എന്ന് പറയും. കണ്ട ഒരു വിഷയം കണ്ട, അവസാനം വരെ നിൽക്കുകയാണ്, പരീക്ഷണങ്ങളെ അതിജീവിക്കുകയാണ് ശരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സംസാരമില്ല. മേരി ഗ്രേസ് സംസാരിക്കണില്ലല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയുടെ ഒരു സാക്ഷ്യം. നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷ്യം ധ്യാനിക്കാൻ ബൈബിൾ പറയും. അങ്ങനെ ബൈബിൾ പറയുന്നുണ്ട് സാക്ഷ്യം ധ്യാനിക്കണമെന്ന്. സങ്കീർത്തനം 119 തിരുവചനം 27 നോക്കുക. സങ്കീർത്തനം 119:27. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെ പറ്റി ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. അതന്നെ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എന്ന് പറയണത് അതാണ്. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചുകൊള്ളാമെന്ന് പറയണതാ. അങ്ങയുടെ പ്രമാണങ്ങൾ പറഞ്ഞേ, നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറയണത്? പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി അവൻ പറയണ പോലെ ചെയ്യുക എന്നായി പറയണത്. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. അതാണ് സങ്കീർത്തനം 119:27 എന്ന് പറഞ്ഞ് അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഉടമ്പടിയും സാക്ഷ്യമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴികളെക്കുറിച്ചാണ് ഉടമ്പടി സംസാരിക്കുന്നത്. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഉടമ്പടിയുടെ വഴികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. മേരി ഗ്രേസ് അവസാന നിമിഷം വരെ മിണ്ടത്തില്ല, അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യത്തില്ല. എനിക്ക് കുഞ്ഞുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാർഗെയിൻ ചെയ്യത്തില്ല. എൻ്റെ മാതാപിതാക്കന്മാർ പ്രായമുള്ളവരാണെന്ന് പറയത്തില്ല. പിന്നീട് കാര്യം എന്താണ്? അവർക്ക് ജോലി ഇല്ല, ഉള്ള ജോലി അവർക്ക് വേണേ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. നമുക്ക് പറ്റരുതെങ്കിൽ അവൾ വീട്ടിൽ രാജിവെച്ച് പോകാം, വേറെ ആൾക്കാരിനകത്ത് കയറും. അതുകൊണ്ട് അവർക്കവിടെ ക്ലെയിമൊന്നുമില്ല. ക്ലെയിമില്ലാത്ത വ്യക്തി നിശബ്ദമായിട്ടിരിക്കുക. പക്ഷെ എന്താ? നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ദൈവമാണ് ഇനി അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത്. അതിന് നമുക്ക് എന്താ വേണ്ട? വിശ്വാസം. അതുകൊണ്ട് മേരി ഗ്രേസ് അവസാനം വരെ ഇരിക്കും. അവസാനം ഇറങ്ങിപ്പോരാൻ നേരത്ത് പറയും, മേരി ഗ്രേസ് സാരമില്ല, നീ ട്രിവാൻഡ്രത്ത് പോയിക്കൊള്ളാൻ പറയും. അതാണ് അവരുടെ സാക്ഷ്യം. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി പറഞ്ഞേ, അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അപ്പൊ എന്ത് സംഭവിക്കും? ഉടമ്പടിയുടെ വഴികൾ കാണിച്ചു തരുമ്പോൾ എന്ത് സംഭവിക്കും? സാക്ഷ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയണത് സങ്കീർത്തനം 119:27 അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി പറഞ്ഞേ, അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. ഉടമ്പടി വരണ എന്താണ്? സാക്ഷ്യങ്ങളല്ല വരണത്. സാക്ഷ്യങ്ങൾ എന്തിനുള്ളതാണെന്ന് ബൈബിൾ പറയണത്? ധ്യാനിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങൾ എടുക്കണ. ഇടയ്ക്ക് ഓരോരോ കേസ് ഹിസ്റ്ററി എടുക്കണില്ലേ? അതിലെന്താ സംഭവിച്ചെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഉടമ്പടിയിൽ വരുന്നത് സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ എന്തിനുള്ളതാണ്? സഭ ധ്യാനിക്കാനുള്ളതാണ്. സാക്ഷ്യങ്ങൾ ധ്യാനിച്ച് കഴിയുമ്പോൾ ആ സാക്ഷ്യങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നിട്ടുള്ള വഴികളുണ്ട്.
അതാണ് അങ്ങയുടെ പ്രമാണം നിർദ്ദേശിക്കുന്ന വഴി. ആ സാക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. ആ സാക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണം നമ്മൾ. അപ്പം അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വിഷയം പറഞ്ഞില്ലേ, അവർക്ക് പേടിയാണെന്ന് പറഞ്ഞില്ലേ, ലില്ലിക്കുട്ടി അല്ലേ, ലില്ലിക്കുട്ടി. അവർക്ക് 26 കൊല്ലമായിട്ട് അവർക്ക് മാനസിക രോഗമോ പിശാച് ബാധയോ എന്തോ. പക്ഷെ എന്താണ്, 26 കൊല്ലം മെഡിസിൻ എടുക്കണേ. അവർക്ക് തിരക്കാനും ചോദിക്കാനും ആ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ചെയ്തു വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നതിനാ. ആ ഒരു ഡ്രാസ്റ്റിക് കണ്ടീഷനാണ്. ഈ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ നിന്ന് വ്യക്തി തിരിച്ചു വരുന്ന വരവുണ്ടല്ലേ, എന്താണ് അവർക്ക് ആ പിന്നിൽ നിന്ന് ആ സ്വരം കേൾക്കും. എന്താണ്, ഈ ഉടമ്പടി കാശുരം എടുത്തുകൊണ്ട് നീ കഴുത്തിൽ ധരിക്കുക. അത് ജ്ഞാപകമായി ധരിക്കാൻ ഇപ്പം പറഞ്ഞല്ലോ. ഉടമ്പടി തുടങ്ങിയ കാലത്ത് ദൈവം പറഞ്ഞതല്ലേ, ഞാൻ നിനക്ക് തരുന്ന ജ്ഞാപകം നീ കഴുത്തിൽ ധരിക്കണം, അല്ലെങ്കിൽ നെറ്റിയിൽ പട്ട പോലെ ചാർത്തണം. എന്തിനാണ്? കാരണം Hear, O Israel, the Lord your God is one Lord, and you shall love your own God with all your heart. നിൻ്റെ പൂർണ്ണമായ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കുക. ഉടമ്പടി എന്തിനുള്ളതാണ്? പൂർണ്ണമായ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കാനുള്ളതാണ്. ഉടമ്പടി എടുക്കുന്ന വ്യക്തി ശ്രദ്ധിക്കണം. നിങ്ങൾ പൂർണ്ണമായ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം. അല്ല ഒരു കല്യാണം വന്ന് ആ ചെറുക്കൻ എനിക്കിഷ്ടമായിരുന്നു, ആ കല്യാണം അവസാനം പോയി, ആരാണ്ടൊക്കെ ഏഷണി പറഞ്ഞ് പോയതാണ്, ഇനി ഞാൻ ഒരു പരിപാടിക്കും വരരുത്, ഇനി ആരുടെ എന്നെ മുമ്പ് വിളിച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഈ വയറ്റത്തിൽ കുത്തുകൊണ്ട പാമ്പിനെ പോലെ കട്ടിലേ പോയി ചുരുണ്ട് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പൂർണ്ണമായിട്ട് പാലിക്കുന്ന ആളാണ് അല്ല. അതാണ് പ്രശ്നം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചമലടത്തി പറഞ്ഞാൽ ഉടമ്പടിയെ ഉഴപ്പണവരുടെ പുച്ഛമാണ്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് ദൈവത്തെ അറിയത്തില്ല. അവർ വേറെ എന്തോ ഏടാകൂടത്തിനൂടെ വന്നിരിക്കണതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ഒരു വ്യക്തിയോടെന്ന് വെച്ചാൽ ആ വ്യക്തി നീ ചത്താലും ചാകാതെ നിൽക്കണം നിത്യനായ ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അവന് ഏത് സമയത്ത് വേണം നിൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ പറ്റും. എന്നോട് കല്യാണം വീണ് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പോട്ടടി, നിൻ്റെ കല്യാണം, നിൻ്റെ ചെറുക്കൻ വേറെ വരുന്നുണ്ടെന്ന് പറയും. അതല്ല നിൻ്റെ ചെറുക്കൻ. ഇവളെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പോഴീ മൊബൈലൊക്കെ ഉള്ള കാരണമേ അല്പം ചെറുക്കൻ ഇഷ്ടപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്പർ വാങ്ങിച്ചു, പിന്നെ ചാറ്റായി ചീറ്റായി, പിന്നെ ഉറക്കമില്ല, പിന്നെ കട്ടിലേക്ക് അമന്ന് കിടന്നുകൊണ്ട് ഓരോ മെസ്സേജ് പിടിക്കുകയാണ്, ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ പ്രാന്ത് നിനക്ക് തലക്കെട്ടിലടിക്കാൻ ബസ് പിടിച്ച് ഇങ്ങനെ. അതായത് ദൈവത്തെ പിന്നെ മാറ്റി നിർത്തി. പിന്നെ ഉടമ്പടിയുമില്ല, പ്രാർത്ഥനയുമില്ല, അവർക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയില്ല. ഇവനുമായിട്ട് കമന്ന് കിടന്ന ഒരു ചാറ്റാണ്. ദൈവത്തെ മാറ്റി കരുതിയപ്പോഴുണ്ട് ആ സാധനം പെട്ടുപോയി. നിങ്ങൾ എന്ത് അനുഗ്രഹം കിട്ടിയാലും ജോലി കിട്ടിയാലും ചില ആൾക്കാർക്ക് ഒരു പൊട്ടത്തരമുണ്ട്. അവരപ്പം ദൈവത്തെ മറക്കും. അനുഗ്രഹം ഒന്ന് കയ്യിലിട്ടാൽ മതി, അപ്പം തന്നെ അവർ പിന്നെ പഴയ ആൾക്കാരായി മാറും. ഇത് ദൈവത്തിന് അറിയാവേ. അത് ചുമ്മാ വയറ്റിപ്പഴപ്പ് കയ്യാങ്കളിക്ക് വന്നിരിക്കണമെന്ന് കവത്താനറിയാം. എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചെല്ലുണ്ട്, മണ്ണാങ്കഴി വഴിക്ക് മാമയില്ലെന്ന്. ആ വഴിക്ക് പിന്നെ പോകത്തില്ല, കർത്താവിൻ്റെ അടുത്ത് വഴി ഉപേക്ഷിക്കും, പിന്നെ നിൻ്റെ പഴയ സ്വഭാവം കാണിക്കും. ഇത് കർത്താവിന് നേരത്തെ അറിയാം. അതാണ് കുഴപ്പം. നീ എന്തെങ്കിലും ഉടായ്പ കാണിക്കാൻ പോകുന്നുണ്ടോ? നീ രക്ഷപ്പെട്ട് ജോലി കിട്ടി ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും വേണ്ട, അമ്മനെയും വേണ്ട, ആങ്ങളെയും വേണ്ട, ആരെയും വേണ്ട. നീ നിൻ്റെ ലോകത്തേക്ക് പോയി നിൻ്റെ ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തും. ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതിനൊക്കെ പെൺപിള്ളേർക്ക് അല്ലെങ്കിൽ ആൺപിള്ളേർക്ക് ഇക്കാലങ്ങളിൽ വലിയ ഒരു സങ്കടമോ പേടിയോ ഒന്നും ഇല്ലല്ലോ, രക്ഷപ്പെട്ട്. കാര്യം എന്താണ്? നരകത്തിൻ്റെ വിറകുള്ളി എന്ന് പറഞ്ഞ സാധനമല്ലേ ഇത്. എന്ന് ആത്മാവിന് നഷ്ടപ്പെടുന്നത്. അതായത് സ്വന്തം കമിതാവ് ഏത് വിശ്വാസി ആയാലും കുഴപ്പമില്ല, അവന് ബോഡി എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെയാണ്. അവിടെയാണ് പ്രശ്നം വന്നത്. ഈ ബോഡി അവയവങ്ങളും മുഖമൊക്കെ ഈ സാധനമൊക്കെ കുറച്ചുമ്പോൾ പോവുകയെ. നിങ്ങൾ ഇതൊന്നും പോകാത്ത ഒരാളിൻ്റെ അടുത്താണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം ഗോഡ് അലോൺ എന്ന് പറഞ്ഞ് ഉടമ്പടി, കർത്താവേ എന്ത് നഷ്ടപ്പെട്ടാലും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം നിന്നെ നഷ്ടപ്പെടുന്നതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ളവർക്ക് ഉടമ്പടിയുടെ ഒന്നാമത്തെ സാക്ഷികളായി മാറും. അല്ല, ഉടമ്പടി കഴിയുമ്പോൾ ഈ ഉടമ്പടി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ചില അപ്പന്മാർക്ക്
അവസാനമാണ് ബോധം വരത്തുള്ളൂ. ചില അപ്പന്മാർക്ക്, ചില പിള്ളേരൊക്കെ ഈ കുഞ്ഞ് നിക്കിട്ടുണ്ട് നടക്കുന്ന ആരുമില്ലേ, അപ്പം അപ്പനെ കാണുമ്പോഴൊക്കെ ഈ നമ്മൾ അപ്പൻ്റെ ടൗണിൽ നിന്നൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചാടിക്കൊണ്ട് തുള്ളിക്കൊണ്ട് ചെല്ലത്തില്ല. അമ്മയുടെ മടിയിരിക്കുവേ, അമ്മയുടെ മടിയിരിക്കണ ആ 1.5 വയസ്സ് 2 വയസ്സുകാരി അപ്പനെ അടുക്കള ഗേറ്റൊക്കെ കാണുമ്പോൾ തന്നെ ചാടിക്കൊണ്ട് ചെല്ലും. എന്നിട്ട് മക്കളെ വാരി അങ്ങ് ആ മനുഷ്യനെടുത്ത് ഇങ്ങനെ ഉയർത്തും. ഈ മനുഷ്യന് പൊട്ടനാണ്. അയാൾ വിചാരിച്ചിരിക്കണം അയാളോടുള്ള ഭയങ്കര പണ്ടാര സ്നേഹമാണ്, ഭാര്യയേക്കാൾ കുഞ്ഞിന് എന്നോടാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞാണ് വലിച്ചു പൊക്കണത്. ആ വലിച്ചു പൊക്കി താഴെ വെക്കും, പിന്നെ കൊച്ചിനെ കാണത്തില്ല. എന്താ കാര്യം? ആ അപ്പൻ്റെ കയ്യിലുള്ള പൊതി അടിച്ചുകൊണ്ട് ആ കൊച്ചു പോയി കളഞ്ഞു. അപ്പൻ്റെ കയ്യിലെ പൊതി കണ്ടുകൊണ്ടാണ് ചാട്ടം ചാടണത്. പൊതി കൈ കിട്ടിയപ്പോൾ പിന്നെ അപ്പന് വേണ്ടല്ല. ദൈവത്തോടുള്ള പല അണ്ണന്മാരുടെ നിലപാട് അതാണ്. ദൈവത്തെ ഈ ഉടമ്പടി പ്രകാരം ദൈവതിരുസന്നിധിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മുങ്ങലാണ്. പിന്നെ ഈ ദൈവതിരുസന്നിധി വന്നെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാകണം. അപ്പോൾ ഒരു തീരുമാനം എടുക്കുക, കർത്താവേ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ്, കർത്താവേ എൻ്റെ ഉടമ്പടിയുടെ കാലാവസ്ഥകള് ഏത് രീതിയിൽ നീങ്ങിയാലും കർത്താവേ വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കുക. സങ്കീർത്തനം 119:28. സങ്കീർത്തനം 119:28 പറഞ്ഞേ, ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു, ഞാൻ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്നെ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവം എന്നെ നിയമം പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങള് എല്ലാം എന്റെ കൺമുമ്പിലുണ്ട്. ഉടമ്പടിയുടെ മാർഗമാണ് വിശ്വസ്തയുടെ മാർഗം എന്ന് പറയുന്നത്. 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ കരൾ ഉരുകുന്നു, പക്ഷെ വാഗ്ദാനത്താൽ നീ എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണ വാഗ്ദാനത്തിലാണ്. ഞാൻ ചെന്ന് ആദ്യമേ പറഞ്ഞില്ലേ, നിൻ്റെ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും ഈ ഭൂമിയിൽ മനുഷ്യരാശി പുലരുന്ന അത്രയും കാലമുള്ള മാനവവംശത്തിൻ്റെ ലോകരാശിയുടെ മുഴുവനും ആവശ്യങ്ങളെ ഒരാപ്പാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. സാധ്യത, ഞാൻ ഫുൾ ഓപ്ഷൻ എന്നൊക്കെ പറയും. കാര്യം 21 കൊല്ലം 36 കൊല്ലത്തെ കൗൺസിലിംഗ് ആണ്. 21 ലക്ഷത്തെ ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എല്ലാ വിധാനത്തിലും പറയും. എന്താ കാര്യം എന്നറിയാവോ? ഈ കാലങ്ങളിലെല്ലാം ആൾക്കാരിൽ പ്രവർത്തിച്ച ദൈവത്തെ എനിക്കറിയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതിനകത്ത് ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. ദൈവവേദലെ എവിടെയെങ്കിലും നിൻ്റെ ഇച്ഛാശക്തിക്ക് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ അതപ്പം തന്നെ നീ കൈപൊക്കി കർത്താവിൻ്റെ ആഗ്രഹം ഒന്ന് പ്രഖ്യാപിക്കണം. മനസ്സിലായില്ലേ? അത് നമ്മളെ ആഗ്രഹം നടക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അത് നിനക്ക് വർക്കൗട്ട് ചെയ്ത് തരും. ഇവിടെ എന്താ എഴുതിയിരിക്കണത്? എൻ്റെ വിശ്വസ്തയുടെ മാർഗം. ഞാൻ സങ്കീർത്തനം 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം പറഞ്ഞേ, ഞാൻ വിശ്വസ്തയുടെ മാർഗം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി വിശ്വാസത്തിലല്ല വർക്ക് ചെയ്യണത്, പിന്നെ എങ്ങനെയാണ്? വിശ്വസ്തതയിലാണ്. ആ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അതായത് ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ഓരോരോ വിഷയമില്ലേ, ദുഃഖത്താൽ ഉരുകുന്നു. പിന്നെന്താ പറയണത്? അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം മനുഷ്യന് വാഗ്ദാനം കിട്ടാൻ ദൈവം എല്ലാം വാഗ്ദാനത്തിൻ്റെ രീതിയിലല്ലേ ഓഫർ ചെയ്തിരിക്കണത്. നമ്മുടെ വീട്, ജോലി, വിവാഹം, പ്രമോഷൻ, PR, നമ്മുടെ എല്ലാ നിയമ പരീക്ഷകളും, അതുപോലെ തന്നെ മനുഷ്യൻ്റെ
എല്ലാ മെയിൻ്റനൻസ് വിഷയങ്ങളെല്ലാം ദൈവം വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അല്ല, നമുക്ക് 1,00,000 ഒരു ഈ ഭൂമി ജീവിക്കാൻ പോകുന്ന മനുഷ്യർ ഇപ്പം തന്നെ 800,000 കോടിയുണ്ട്. ഈ കോടികൾക്കെല്ലാം 10,000 കോടി ആവശ്യങ്ങളാണ് ഉള്ളത്. ആ ഓരോ ആവശ്യങ്ങൾക്കും ഓരോരോ പ്രാർത്ഥനയല്ല, ദൈവം ഇതെല്ലാം കൺസൈസ് ചെയ്ത് വാഗ്ദാനമാക്കിയിരിക്കുക, പ്രോമിസാക്കിയിരിക്കുക. അത് രണ്ടായിട്ട് ദൈവം തിരിക്കും. പ്രോമിസിനാണ് എന്താണ്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് അവകാശമായി തരും. ആണ് ദേശം. ദേശം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു സ്ഥലത്ത് പോയി നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വീട് വേണം, പിന്നെ എന്ത് വേണം? വെള്ളം വേണം, പിന്നെ എന്താണ്? വഴി വേണം, പിന്നെ എന്താണ്? വണ്ടി വേണം, ഇൻ്റർനെറ്റ് വേണം, എല്ലാം ഉണ്ട്. ദേശമെന്നുള്ള ഒറ്റ വാഗ്ദാനത്തിലാണ് ഈ ഇൻ്റർനെറ്റ് വരെ ഉള്ളത്. പിടിയിടുക. അതായത് എബ്രാഹത്തിനോട് എന്താ പറയണത്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് എന്ത് തരും? അനുഗ്രഹമായി നൽകുമെന്നല്ല പറയണത്, പിന്നെ എന്താണ്? അവകാശമായി നൽകും. അത് ഉടമ്പടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ അവകാശം പറയാൻ പറ്റത്തുള്ളൂ. കാര്യം വിശ്വാസി അവകാശമല്ല പ്രാപിക്കുന്നത്, അനുഗ്രഹമാണ് പ്രാപിക്കുന്നത്. ഉടമ്പടി ചെയ്യുന്നത് റിലേറ്റീവാണ്, റിലേഷനിലാണ്. അപ്പോഴെന്താ പറയുക? അവൻ അവകാശമാണ് പ്രാപിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുന്ന ദേശവും സന്താനങ്ങളും എന്നാണ് ഇതിനകത്തുള്ളത് മുഴുവനും. അപ്പം എല്ലാ കാര്യങ്ങളും, ഒന്ന് ദേശവും, പിന്നെ നിൻ്റെ ജീവിതം പുലരാൻ വേണ്ടിയുള്ള, നിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയുള്ള സന്താനങ്ങളെ. എന്നിട്ട് എബ്രാഹത്തിനോട് പറയും, എബ്രാഹിം ആദത്തിന് കൊടുത്ത പോലെയുള്ള ഒരു ഉടമ്പടിയല്ല ഞാൻ നീയുമായിട്ട് ചെയ്യണത്. നോക്കിന് കൊടുത്ത പോലെയുള്ള ഉടമ്പടിയല്ല. നോക്കിനോട് എന്താ പറഞ്ഞത്? നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. നോക്കിന് കൊടുത്ത ഒരു വാഗ്ദാനം അതാണ്, നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ. 9 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ. അതായത് നീ നോക്ക് എല്ലാം നശിച്ചു പോയില്ലായിരുന്നു, പ്രളയം വന്നെല്ലാം നശിച്ചില്ലേ? നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ സാക്ഷ്യങ്ങളെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 കോടി കടം, 2 കോടി കടം, ബിസിനസ് പൂട്ടി തകർന്ന്, കൂടെ നിൽക്കണം വഞ്ചിച്ചു, പറ്റിച്ചു, എൻ്റെ ജീവിത പങ്കാളി അവസ്ഥ ഇട്ടച്ചും പോയി എന്നൊക്കെ പറഞ്ഞ് നിലയും വിളിച്ച ആൾക്കാർ ഉടമ്പെടുക്കണത്. എന്നിട്ട് ഇവർ കണ്ണുനീരോടെ ഇങ്ങനെ വിതച്ചിട്ട് പോകും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജയഘോഷത്തോടെ തിരിച്ച് വരും. അവർ കണ്ണുനീരോടെയാണ് വിതക്കുന്നത്. ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷീപ്പ്. അതായത് ഷീപ്സ് അവരിങ്ങനെ അതായത് അവരെ കണ്ണുനീരോടെ 126 സങ്കീർത്തനമാണ്. എനിക്കുള്ളത് 5-6 വചനങ്ങളാണ്. 126 സങ്കീർത്തനം. അവർ കണ്ണുനീരോടെ വിതക്കുന്നവൻ എപ്പോഴും കണ്ണീരോടാണ് വിതക്കുന്നത്. പക്ഷേ കൊയ്യണ സന്തോഷത്തോടെ കൊയ്യും. അവർ സാക്ഷ്യം 126:5 അതാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണീരോടെ വിതയ്ക്കുന്നവരെ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. അതിക്ക് മുമ്പ് ഒരു വചനമുണ്ട്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇതാണ് ഉടമ്പടി സംഭവിക്കുന്നത്. ഇവിടെ വരണത് കണ്ണീരോടെയാണ് വരണത്. ഇവിടെ വരണത് എന്താണ്? കണ്ണീരോടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്താ? വണ്ടി ഇടിച്ച് 2 വിരൽ പോയി, ചതഞ്ഞു പോയി. ഇറച്ചി കഷ്ണം ചെറുത്ത് തൂങ്ങിക്കിടപ്പുണ്ട്. വിരലിൻ്റെ സംഭവമൊന്നുമില്ല. പാവം കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാണ്. അപ്പോൾ വിരലിൽ പോയെന്ന് അവന് മനസ്സിലാക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ പെണ്ണ് കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല, ഞാൻ തിരിവായി പോയെന്ന് പറയാം. എല്ലാം തീർന്നെന്നാണ് വിചാരിക്കണേ. എല്ലാം തീർന്നു. അപ്പോൾ കണ്ണീരല്ലേ? അപ്പം അത് കണ്ണീരല്ലേ? വണ്ടി ഇടിച്ചതിൻ്റെ വിരൽ, ചെറുപ്പക്കാരൻ്റെ വിരൽ 2 ചതഞ്ഞു പോയെന്നല്ലേ, വിരലില്ല. അത്രയും ഭയങ്കര ഇടിയായിപ്പോയി. എന്നിട്ട് ഇവർ അമ്മ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഉടമ്പടിയിലൊരു വാഗ്ദാനമുണ്ട്. അത് ഇതിൻ്റെ അകത്തുണ്ടത് 126:4
ഒന്ന് വായിച്ചേ. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ. ഒന്ന് പറഞ്ഞ നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പൊ നെഗേബിലെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ണീരിലാണ് പോയി വിതക്കണത്. വിതക്കണ സമയത്ത് അവിടെ മഴ ഉണ്ടാകത്തില്ല. ബാർലിയാണ് നെഗേബിൽ വിതക്കണത്. ഈ സങ്കീർത്തനം പഠിക്കാൻ വലിയ രസമാണ്. നമ്മൾ പറയണ സാധ്യത അത് അതിൻ്റെ അന്തർധാരണ അറിയുമ്പോഴാണ് നമുക്ക് ആത്മഹർഷം ഉണ്ടാവും. നെഗേബിൽ എന്ന് പറയുന്നത് ഇങ്ങനെ വിണ്ടുകീറി കിടക്കും. 11 മാസം വിണ്ടുകീറി കിടക്കും. എന്നിട്ട് മഴയൊന്നുമില്ല. ഇത് ഈ ജോർദാൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റമാണിത്. ജോർദാൻ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റം ആണ് ഈ നെഗേബ് എന്ന് പറയുന്നത്. ചെങ്കടലിൻ്റെ ഒരു മൂലയാണ്. പക്ഷെ മഴ പെയ്യത്തില്ല. പക്ഷെ എന്നിട്ട് വിണ്ട് കീറിക്കൊണ്ട് ഭൂമി കിടക്കും. എന്നിട്ട് ഈ കർഷകർ എന്ത് ചെയ്യും? ഒരു മഴയുമില്ലെങ്കിലും ഇവിടെ കൊണ്ടുപോയി വിതച്ചും പോവും. ബാർലി വിതക്കും. അതാണ് ആ സങ്കീർത്തനം പറയണത്. കണ്ണുനീരോടെ വിതക്കുന്നവൻ. കണ്ണുനീരോടെയാണ് വിതക്കണത്. മഴയില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ ജയഘോഷത്തോടെ കൊയ്യും. എന്താ കാര്യം എന്നറിയാവോ? ഇവിടെ മഴയില്ലെങ്കിലും വടക്ക് ഇസ്രയേലിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇവിടെ മഴ ഉണ്ടാകത്തില്ല നെഗേബിൽ. പക്ഷേ ഇസ്രയേലിൽ വടക്കല്ലേ മഴ പെയ്താൽ ഭൂമി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന കാരണം നമ്മുടെ ഭൂമിയെ പോലെയാണ്. ഇടുക്കി മഴ പെയ്ത ആലപ്പുഴ വരത്തില്ലേ, ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് നെഗേബിൻ്റെ അവസ്ഥ. വടക്ക് മഴ പെയ്യുമ്പോൾ ഇവൻ ഇതിൻ്റെ തിരിച്ച് വരും. പക്ഷേ അത് മഴയില്ലാത്ത സമയത്ത് വിതച്ചിരിക്കുന്ന സ്ഥലം അപ്പോൾ ആ വിത്ത് ഈ മഴ വെള്ളം വരുന്ന സമയത്ത് അത് കിളുത്ത് വരും. ഇത് മിനിമം വെള്ളത്തിലാണ് ആ സംഭവം കായ്ച്ചു വരണത്. അതാണ് അവൻ പറയണത്. നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കാര്യം അവർ വിതച്ചത് അരാജകത്വത്തിലാണ് വിതച്ചിരിക്കണത്. വിണ്ടുകീറി വെള്ളമില്ലാത്ത സമയത്താണ് വിതക്കണത്. ഈ 2 വിരൽ പോകുന്നത് കണ്ണുനീരോടെയാണ് അത് വിതക്കണത്. ഉടമ്പടി കൊണ്ടുവരുന്ന സാധനം എല്ലാം ഇങ്ങനെയാണ്. നിങ്ങളുടെ മുമ്പിൽ മഴ കാണുന്നില്ല, കാറ്റും കാണുന്നില്ല. രാജാക്കന്മാർ 3:15 ഒരു വചനമുണ്ട്. കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞെന്ന്. ഇത് ബൈബിളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും. നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ മാർഗ്ഗം. ഡോക്ടർ പറയും ഇതിന് ഇറച്ചി കഷ്ണം പോലും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് വിരൽ വെച്ച് പിടിപ്പിക്കുന്നത്? അപ്പോൾ ഡോക്ടറിനോട് ഇവർ പറയും, അമ്മ പറയും, അവൻ ചെറുപ്പക്കാരൻ എൻ്റെ ഡോക്ടറെ, എന്ത് ചെയ്യും, ഈ വിരലില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് വിരൽ വെച്ച് പിടിപ്പിക്കാം. കാലൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. കാല് വെച്ച് വിടും. കാലിൻ്റെ പാദം അറ്റുപോയിട്ട് വേറൊരു പാദം ഉണ്ടാക്കി വെച്ചിട്ട് വിട്ടിരിക്കണത്. അപ്പം അതുപോലെ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഈ അമ്മ വന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് രണ്ടാമത് ഉടമ്പടി ചെയ്തതോടുകൂടി പരിശുദ്ധ അമ്മ ഈ സംഭവം ഏറ്റെടുക്കും. കാര്യം അതാണ് ഒരു വിഷയം. അത് നിങ്ങളൊരു വിഷയം തന്നെയാണ്. ഉടമ്പടി ചെയ്യാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അതൊരു വിഷയമാണ്. വെച്ചാൽ ഇവരുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ വിരൽ പോയി. എന്നിട്ട് ഒരു ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് റീ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും. അപ്പോഴേ എന്താ പറയണത്? ഈ അമ്മ പറയണത്, അമ്മേ ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ നീ രണ്ടാമത്തെ ഓപ്പറേഷന് നീ ചെല്ലണം, കരലും വിരൽ നീ വെച്ച് കൊടുക്കണം. കാര്യം എന്താണ്? ഒരു ഓഫറിങ് ഇല്ലേ, ഉടമ്പടിയിൽ ഒരു വാഗ്ദാനമുണ്ടല്ലോ. അതല്ലേ ഇയാൾ പറയണത്. എന്താ പറയണത്? ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. 28:119 സങ്കീർത്തനം. എന്ന് പറഞ്ഞ ദുഃഖത്താൽ എന്റെ ഹൃദയം ഉരുകുന്നു, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ. ഇപ്പൊ എനിക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും എനിക്കെന്താണ്? വാഗ്ദാനമുണ്ട് അങ്ങയുടെ വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു. ശക്തനും ധീരനുമായിരിക്കുക. വിരല് പോയാലും തല പോയാലും ദൈവത്തിൻ്റെ വചനം പറയും. വാഗ്ദാനം എന്താണ്? ശക്തനും. അത് ജോഷുവ കൊടുത്തല്ലേ 1:9. ശക്തനും ധീരനുമായിരിക്കുക. എന്താണ്?
ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോടൊപ്പം വരും. അത് വാഗ്ദാനമല്ലേ. അപ്പോൾ ഈ അമ്മ പ്രാർത്ഥിച്ചു, അമ്മയെ വാഗ്ദാന പ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം, വാഗ്ദാന പ്രകാരം. എന്നിട്ട് ഇവർ പറയണെന്താ സംഭവം, ഇവർ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. എന്നിട്ട് ഇവർ ദർശനത്തിൽ സ്വപ്നത്തിൽ കാണും ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ നിൽക്കുന്നത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ തിരിച്ചു പറയും, 2 വിരൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, രണ്ടാമത് രക്തോട്ടം തുടങ്ങിയെന്ന് പറയും. 2 വിരലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, രക്തോട്ടം തുടങ്ങി. അപ്പം ആദ്യം വെച്ച് പിടിപ്പിച്ചിട്ട് രക്തോട്ടം ഇല്ലാഞ്ഞ്, രണ്ടാമത് ബൈപ്പേഴ്സൺ മേരി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. എന്തിൻ്റെ പ്രകാരം? വാഗ്ദാന പ്രകാരം. ഉടമ്പടിയിൽ എന്താണ്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നല്ല പറയണത്. ഉടമ്പടിയിൽ പ്രസൻസ് ഫീൽ ചെയ്യാൻ കാര്യം എന്താണ്? വാഗ്ദാനമുള്ളത് കൊണ്ടാണ്. എവിടെയെല്ലാം ദൈവം വാഗ്ദാനം എബ്രഹാമിനോട് ചെയ്തപ്പോഴും പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. മോസസിന് വാഗ്ദാനം ചെയ്തപ്പോൾ പറഞ്ഞു, ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. കർത്താവ് തിരിച്ചു പോകാൻ നേരത്തും പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഉണ്ടാകും. ദൈവത്തിൻ്റെ ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഉറപ്പുവരുത്തിയ സന്തതികളാണ് വിശ്വാസികൾ. പ്രിയമക്കളെ, നമ്മൾ കർത്താവിൻ്റെ കൃപയിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളെല്ലാം വിശ്വാസത്തോടുകൂടി അവരുടെ വേദന രോഗങ്ങളുടെ ഭാഗങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും കൃപാസനത്തിൽ ഇപ്പോഴുള്ളവരും അവർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടലിൽ കുരുക്കളുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. കുടലിൽ ക്യാൻസറുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. PCOD രോഗികൾ അടിവയറ്റിൽ കൈവെക്കണം. അർശസ്ത രോഗികളും അടിവയറ്റിൽ കൈവെക്കണം. അൾസർ രോഗികളും അടിവയറ്റിൽ കൈവെക്കണം. അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവെ, ഇപ്പോഴ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധമായ വലതുകരം കർത്താവെ, ഉദരത്തിൽ വേദനയുള്ളവരുടെയും പുണ്ണുകളുള്ളവരെയും പൊറുക്കാത്ത വ്രണമുള്ളവരെയും കർത്താവെ, കുഷ്ഠരോഗികളെ സ്പർശിക്കണമേ. കർത്താവെ, ഉദരത്തിൽ മുഴവുള്ളവരെ സ്പർശിക്കണമേ. ഗർഭാശയത്തിലും ഉദരാശയത്തിലും കർത്താവെ, സിസ്റ്റുകളുള്ളവരെ സ്പർശിക്കണമേ. കുരുക്കളുള്ളവരെ സ്പർശിക്കണമേ. കർത്താവെ, ബ്ലീഡിങ് മാറിപ്പോകാത്തവരെ, തീർന്നു പോകാത്തവരെ സ്പർശിക്കണമേ. നിരക്കാത്ത രക്തസ്രാവമുള്ളവരെ സ്പർശിക്കണമേ. വിസർപ്പ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരം മരപ്പുള്ളവരെ അല്ലെങ്കിൽ മരയിപ്പുള്ളവരെ കർത്താവിനെ സ്പർശിക്കുന്ന സമയമാണ്. ശരീരം ഇങ്ങനെ വ്യത്യസ്തമായ ചില ഭാഗങ്ങൾ കടുത്ത കളറിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ അത് ബലമായിരിക്കുന്നു. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ സൗഷ്ഠവം നഷ്ടപ്പെട്ട് അത് ബലമായി മാറുന്നു. ആ ഭാഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഇപ്പോൾ കർത്താവ് കണ്ണുകളെ കാണിക്കുന്നുണ്ട്. വലത് കണ്ണിനെയാണ് ഈശോ കാണിക്കണത്. വലത് കണ്ണിൽ കുരുക്കളുള്ളവർ, കളർ വ്യത്യാസമുള്ളവർ, കാഴ്ചക്കുറവുള്ളവർ, കാഴ്ച മങ്ങുന്നവർ, കാഴ്ച പിടിക്കാത്തവർ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ചെവി വേദനയുള്ളവർ ചെവി തൊടാം. ഇപ്പം ചെവിയുടെ താഴെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ മുഴ പോലെ കാണുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊണ്ടയിൽ വേദനയുള്ളവർ, ടോൺസൈറ്റുകാർ, തൈറോയിഡുകാർ, പിൻകഴുത്ത് സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ എല്ലാവരും തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. ഹൃദയ രോഗികൾ ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കരൾ രോഗികളും പങ്ക്രിയാസ് രോഗികളും
നെഞ്ചിൻ്റെ കീഴെ വിശുദ്ധമായ കർത്താവിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് കുറച്ച് ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നടുവേദനക്കാരും നടുവിൽ കൈവച്ചുകൊണ്ട്, കിഡ്നി വേദനക്കാർ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോ, നിന്റെ വിശിഷ്ട പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കണ്ട വചനങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിച്ച് നന്ദി പറയുന്നു. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്നുള്ളത് അങ്ങയുടെ വാക്കാണെങ്കിൽ, മാറ്റമില്ലാത്ത വാക്കാണെങ്കിൽ, ആ മാറ്റമില്ലാത്ത യേശുവിന്റെ വാക്കിനെ കൽപ്പിക്കുന്നു. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ, ശുദ്ധിക്കട്ടെ, ശുദ്ധിക്കട്ടെ. നീ വന്ന് ശാന്തി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബാൾഡായിട്ടുള്ള ഹെഡായിട്ട് മുഴുവനും മുടി കൊഴിഞ്ഞു പോയ ഒരു സ്ത്രീ സഹോദരി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് അത് നിസ്സാരമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മുടി കൊഴിഞ്ഞു പോകുന്നവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നത് നമ്മൾ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷത്തിൻ്റെ സ്റ്റിച്ചിങ് മെസ്സേജിലുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ സ്റ്റിച്ചിന് ചുവപ്പ് പാടുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റിച്ചിന് വേദനയും കടിയും ചൊറിച്ചിലുമുണ്ട്. അത് ആ വ്യക്തികൾ ആ സ്റ്റിച്ചിലിപ്പോൾ കൈവെട്ടിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് അതിൻ്റെ ഇൻഫെക്ഷൻ മാറ്റി എന്നെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. നാക്കിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തോ കാര്യത്തിന് വേണ്ടി നീ നാക്ക് കുരിശിട്ട്, ചിലപ്പോൾ നാക്കിന് വല്ല മുഴകളോ അല്ലെങ്കിൽ നിന്നെ പേടിപ്പെടുത്തുന്ന വല്ല രോഗങ്ങളോ വരുന്നെന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാകാം. ശരീരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കുരിശിട്ടിട്ട് ഈ ആഴ്ചയിലെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. 6 വ്യക്തികൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും, അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, അതായത് എന്താ എനിക്കത് മനസ്സിലാകണില്ല. അതായത് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ടേ ഇരിക്കണം, ഇറങ്ങണില്ല, ഇറക്കാൻ പേടിയോ അത് കഴിക്കാൻ പറ്റാത്തതോ എന്തോ ആണ്. ഇങ്ങനെ കുറേ നിഷിദ്ധ ഭക്ഷണങ്ങൾ, ചില പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്തത്, നിഷിദ്ധമായിട്ടുള്ളത്, ബോഡിക്ക് കേടായി വരുന്നത്, അങ്ങനെയുള്ളവരെല്ലാം വാ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. നാക്കിനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, ഇപ്പോഴ് അങ്ങ് വ്യത്യസ്തമായ മേഖലകളിൽ അങ്ങയുടെ മക്കളുടെ വേദനകൾ, കർത്താവ് ഹൃദയ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്പം പച്ചപ്പാടുകൾ കാണുന്നുണ്ട് ശരീരത്തിൽ പച്ച നിറത്തിലുള്ള ചില പാടുകൾ. അത് രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കർത്താവിൻ്റെ സന്ദേശമുണ്ട്. കർത്താവെ, ഞാൻ എല്ലാ മക്കളെയും, വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യാശിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ഉടമ്പടിയുടെ യോഗ്യതയിൽ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, അവരെല്ലാം നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന. കയ്യിൽ നീരിറങ്ങി വീഴുന്നവർ, കയ്യിലെ ഞരമ്പുകൾ വികൃതമായ രീതിയിൽ തെളിയുന്നവർ, വേരിക്കോസ് രോഗികൾ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായി ശ്രുതിക്കട്ടെ, അശുദ്ധമായി ശ്രുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തൊരു അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ അടിവയറ്റിൽ കൈവയ്ക്കേണ്ടതാണ്. ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞ ആള് പറഞ്ഞത് എനിക്ക് കൗണ്ട് ഇല്ലായിരുന്നെന്നാണ്, 0 കൗണ്ട് എന്നാണ്. നിനക്ക് 0 കൗണ്ടായാലും കർത്താവ് നിൻ്റെ വയറിൽ തൊട്ടുകൊണ്ട് നിൻ്റെ ജനിതക അവയവങ്ങളെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കാം. നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഉടമ്പടി എന്ന സ്വർഗീയ പ്രാർത്ഥന നൽകി 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെട്ട ഒരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ യോഗ്യത അല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ സങ്കല്പങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ധാരണകൾക്കോ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
നിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലം, നിൻ്റെ മത്സര വിജയ പരീക്ഷാ മണ്ഡലങ്ങൾ, നിൻ്റെ യോഗ്യത പരീക്ഷാ മണ്ഡലങ്ങൾ, നിൻ്റെ കഴിവ് പോയി. ഇനി എനിക്ക് എന്ത് ഞാൻ എഴുതും, ഇനി ഞാൻ എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല പ്രാവശ്യം തോറ്റിട്ടുള്ള ആൾക്കാരുണ്ട്. പല പ്രാവശ്യം പരിശ്രമങ്ങൾ പരാജയപ്പെട്ടുള്ളവരുണ്ട്. അവർക്ക് വിജയം നൽകുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ പരാജയം നൽകിയതെന്ന് വിശ്വാസി മനസ്സിലാക്കിയാൽ മതിയാവും. ബൈബിളിലെ ഏറ്റവും ശക്തമായ വാക്കാണ് വിജയം നൽകണത് കർത്താവാണെന്ന്. അപ്പം നീ പരാജയപ്പെടുന്നതെല്ലാം കർത്താവ് പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. കാര്യം നിൻ്റെ വിജയം കർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ പങ്കാളിയാണ്. എന്താ കാര്യം? ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് പ്രസാദിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് നീയെന്ന് നീ തിരിച്ചറിയാൻ വേണ്ടി നിൻ്റെ പരാജയങ്ങളെ കർത്താവ് നിൻ്റെ വിജയമായിട്ട് മാറ്റിയ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി, വിശ്വാസത്തിൽ വളരാനും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ വേണ്ടി നിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും കർത്താവിൻ്റെ തിരുസേന സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി കൈ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കൈ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എന്ത് മനോഹരമായ ആരാധന സമയമാണ്. ഒരാരാധന കൂടുന്നത് 2 ലക്ഷം പേരാ. നിങ്ങളിപ്പോൾ 10,000 2,000 പേരുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഓൺലൈനിൽ ഇത് കൂടുന്നത്, ഒരാഴ്ച കൂടുന്നത് 2 ലക്ഷം പേരാ. അപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന അത്രയും ആൾക്കാരെ നമ്മളിപ്പോൾ ഓർക്കുകയാണ്. അവർ ഇന്നും ഈ ആഴ്ചകളുമായിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകാനുള്ളവരാണ്. ചിലർ ഇൻ്റർവ്യൂവിന് പോകുന്നു, ചിലർ ടെസ്റ്റിന് പോകുന്നു, ചിലർ കോടതിയിൽ പോകുന്നു, ചിലർ സ്ഥലവളവിന് പോകുന്നു, ചിലർ പഞ്ചായത്തിൽ പോകുന്നു പട്ടയത്തിന്, ചിലർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പോകുന്നുണ്ട്. ചിലർ എംബസി പോകുന്നുണ്ട്, ചിലരുടെ കമ്പനി പോകുന്നുണ്ട്, ചിലർ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ കണ്ണുനീരാണ് ഉടമ്പടി പേടകത്തിലെ അമ്മയുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയുള്ള വിഷമവും വേദനയും ആണോ? കരൾ ഉരുകുന്നു എന്നല്ലേ പറയണത് ബൈബിള്. കരൾ ഉരുകുന്നു. 119:22 എന്താ പറയുന്നത്? നിൻ്റെ കരൾ ഉരുകുന്നു കർത്താവേ, നിൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ കരൾ ഉരുകുന്നു കർത്താവേ. നമ്മുടെ കരൾ ഉരുകിയാണ്. ഉടമ്പടി പേപ്പറല്ലേ നമ്മൾ എഴുതി വെച്ചിരിക്കണം മുഴുവനും. കർത്താവേ, നിൻ്റെ വാഗ്ദാനങ്ങളായി എന്നെ ശക്തിപ്പെടുത്തണമേ. പറഞ്ഞു, കർത്താവേ എൻ്റെ കരൾ ഉരുകുന്നു, ഉരുകിയ കരളിൻ്റെ നൊമ്പരങ്ങളെ ഞാൻ ഉടമ്പടിയാക്കുന്നു. കർത്താവേ, എന്നെയും എനിക്ക് മുമ്പേ ഉടമ്പടി ചെയ്തു പോയ 10,000ങ്ങളുടെ ജീവിത ദുരിതങ്ങളെ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് പരിശുദ്ധ കുർബാനയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങള്, സാമ്പത്തിക കടങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, പഠനത്തിന്റെ പ്രയാസങ്ങള്, പഠനത്തിന്റെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങള്, നമ്മുടെ ജീവിതം മുഴുവൻ വിഷയങ്ങള് ദൈവത്തിന്റെ മഹത്വത്തിനായി യേശുനാമത്തിൽ നിറവേറട്ടെ. ഞാനതിന്റെ സാക്ഷിയായി യേശുനാമത്തിൽ ഉയരട്ടെ, ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഉടമ്പടി ധ്യാനം ലോകം മുഴുവൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലെയും കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. നിന്റെ ശക്തി നിറയ്ക്കണമേ. അവരെ സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും